ഒരു കപ്പ് ചൂട് കാപ്പിയായിട്ടേ ഈ പുഴയോരത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ സ്വർഗം ഇതാണെന്ന്. ഇന്നേ നല്ല മഞ്ഞാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും സുന്ദര സുരഭിലമായൊരു സുപ്രഭാതം. ഇതുണ്ടോ, മഞ്ഞ് ഇങ്ങനെ കയറി വരണുണ്ട് അവിടെ നിന്ന്. അതെ, ഇന്ന് ഞാനൊരു സർപ്രൈസ് പറയാവേ. ഈ പുഴയും ഞാനും തമ്മിലേ ഒരു അദൃശ്യമായിട്ടൊരു അതിർവരമ്പുണ്ട്. എന്താണോ, ഈ പുഴയ്ക്കക്കരെ എൻ്റെ പേര് അന്ന എന്നാണേ. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ മുത്തശ്ശിക്ക് ഞാൻ അന്നക്കുട്ടൻ, കൊച്ചിച്ചന് ഞാൻ അന്നച്ചൻ, എൻ്റെ അനിയന്മാർക്ക് ഞാൻ അന്നാക്ക, നാട്ടുകാർക്ക് ഞാൻ അന്നക്കുട്ടി, അന്നമ്മ, അങ്ങനെ 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 അന്നമ്മ വെർഷൻസ്. എന്നാൽ നേരെ ഇക്കരെ ഇവിടെ എൻ്റെ ആ പേരാർക്കും അറിയത്ത് പോലും ഇല്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഞാൻ ധന്യ. ഇവിടെ വന്ന് അന്ന ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതുപോലെ അവിടെ ചെന്നിട്ട് ധന്യ ആരാന്ന് ചോദിച്ചാലും ആർക്കും അറിയില്ല. പിന്നെ പാറക്കുട്ടിയൊക്കെ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞു വരണേ. അവൾ പിന്നെ എന്തെങ്കിലും കാര്യം കാണാനുണ്ടെങ്കിൽ അന്നമ്മേന്ന് സോപ്പിടും. ഞാനതിൽ വീഴും. കാരണം എനിക്കത് ആ പേരെനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. ഞാൻ പിച്ച വെച്ച നാൾ മുതൽ കേട്ട് വളർന്നതേ അന്ന എന്നാ. അത് ഈ പുഴ പോലെ എനിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഇവിടെ അന്നേന്ന് വിളിച്ചാൽ മതി കേട്ടോ. ധന്യാന്ന് വിളിക്കണ പേരിലേ ഇച്ചിരി ദൂരം കൂടുതലാണ്. എനിക്ക് അകലം ഫീൽ ചെയ്യും. ടാറ്റ, ബൈ ബൈ, സീ യു.